ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് ജിം സിമുലേറ്റർ ആണ്. ആ ഉം. ആ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജിമ്മൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലുക്കൊക്കെ മറിക്കണം കേട്ടാ. അപ്പോൾ നമ്മൾ ഞാൻ ഇന്നും വാങ്ങിക്കുന്നില്ലത്, വലുതാക്കുന്നില്ല. നമുക്ക് ഇവിടെ ഒന്ന് പെയിൻ്റ് അടിക്കണം, എന്നിട്ട് നമുക്ക് വലുതാക്കാം. അതല്ലേ കുറച്ചും കൂടി ബെറ്റർ. എന്താ ഇതിന് നടക്കാൻ പറ്റത്തെ? എന്തായിക്കോട്ടെ. അപ്പം ഞാൻ ഇന്നത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വലുതാക്കുന്നില്ല. നമുക്ക് ജിമ്മൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാനുണ്ട്. പെയിൻ്റ് അടിക്കാം. അവിടെ നിന്ന് പണിക്കാരൊന്നും വന്നിട്ടില്ലേ? എന്താ പണിക്കാരെത്താത്തെ? രാവിലെ 8:24. ഇവിടെ എന്തെങ്കിലും നായ ഡ്രില്ലിങ് മെഷീൻ കയറുന്ന. അല്ല, ഡ്രില്ലിങ് മെഷീൻ അല്ലല്ല, ഇത്ര മെഷീൻ വരുന്നത്. ഇരിയാനെ ആനല്ല ഇരി ഡോക്കെ. അപ്പോൾ നമുക്ക് ഇതാക്കാം. ഒന്നും ഫില്ല് ചെയ്യാല്ലേ, കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഫില്ല് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് പെയിൻറ് പണി തുടങ്ങാം, അതാ നല്ലത്. അയ്യോ, പെയിൻറ് ഞാൻ വാങ്ങിക്കണല്ലേ. എന്നോട് പറഞ്ഞത് ആണുങ്ങളുടെ റൂമിൽ ബ്ലൂവും പെണ്ണുങ്ങളുടെ റൂമിൽ പിങ്കും അടിക്കാനാണ്. നമുക്ക് ആദ്യം അത് രണ്ടും അടിക്കാം. ആണുങ്ങളുടെ റൂമിൽ കഴിഞ്ഞ വീഡിയോയിലല്ല, അതിന് മുമ്പത്തെ ഏതോ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളോട് പെയിൻ്റ് അടിക്കുമ്പോൾ ബ്ലൂവും പിങ്കും അല്ല, പർപ്പിളല്ല അത്. അയ്യോ, കുഴപ്പമില്ല, കണ്ണാണത്തോരണ്ടി വിശ്വസിച്ചോളൂ. അപ്പം നമുക്കത് അടിക്കാം. ഹായ്, കളറായിണ്ട്, കൊള്ളാം കേട്ടത്. കൊള്ളാം. അപ്പം ഇന്നത്തെ കണ്ടന്റ് പെയിന്റ് പണിയായിട്ട് ജിമ്മ്. അത് ജിമ്മ് തുറക്കാൻ ടൈം എല്ലാവരും വരുന്നില്ലല്ലോ. നേരത്തെയാണോ നമ്മുടെ? കുഴപ്പമില്ല, പെയിൻ്റൊക്കെ അടിച്ചിട്ടേക്കാം. ആൾക്കാർ വരുമ്പോൾ അതുകൊണ്ട് സെറ്റ് ആവട്ടെ. അയ്യോ അയ്യോ, ഞാൻ കുടുങ്ങി. അടിയങ്ങട്ടെ. ബാക്കിലൊന്നും പെയിന്റ് വേണ്ട ശരിക്കും. എടുക്കുന്നുണ്ടാണോ അവന്മാര്? കഴിയോ അത് പെയിന്റ്? പുതിയ ഡപ്പ് എടുക്കേണ്ടി വരും മിക്കവാറും. ഓക്കെ. അയ്യോ, അടിച്ചോടെ തന്നെ കൊണ്ടുപടിച്ച് നോക്കട്ടെ. എല്ലാം അടിക്കണം, ഫുള്ളടിക്കണം. ഈയിടെ ഞാൻ അവിടെ അടിച്ചില്ലെന്ന് കംപ്ലൈൻറ്റ്. ഇവിടെ അവിടെ ഇതിൻ്റെ ബാക്കിൽ അടിക്കാൻ പറ്റില്ലല്ലോ. എടാ അടിച്ചോടെ തന്നെ കൊണ്ട് അടിക്കട്ടടാ. പെയിന്റ് ആൾക്കാർ വന്നു തുടങ്ങി കേട്ടോ ജിമ്മില്. മെമ്പർഷിപ്പിനെല്ലാം ഉണ്ടാണാവോ? പിന്നെ പുതിയ പണിയെടുക്കണ്ടേ, നമുക്ക് കുഴപ്പമില്ല. അവിടെ വൃത്തിയാക്കാനും ഇതാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ല. അവിടെ പെയിന്റ് കഴിഞ്ഞടാ. മെമ്പർഷിപ്പ് ലോ ക്ലാസ് ആയിക്കോട്ടെ. നെക്സ്റ്റ് വേരിയന്റ് സ്റ്റാൻഡേർഡ്. നെക്സ്റ്റ്. എടാ, കത്താറുണ്ടാ? പുതിയ നമ്പർ VIP അല്ലേ? നെക്സ്റ്റ് VIP. അത്രേ ഉള്ളൂ. എവിടെ പെയിന്റ്? ഒരു ബ്ലൂ കൂടി വാങ്ങിയേക്കാം. കണ്ട അത് മുകളിലടിക്കാൻ പറ്റുമോ? അവിടെ മുകളിലടിക്കാൻ പറ്റില്ല കേട്ടാ. ഓഫിലടിക്കാൻ പറ്റില്ല. മോൾഭാഗത്തപ്പോൾ അടിക്കാൻ പറ്റൂല. അവിടെ അടിഞ്ഞു. അവിടെ ബെഞ്ച് പോടാ.
അയ്യോ അതിൻ്റെ അകത്ത് ആളുണ്ടായിരുന്നു. കുഴപ്പമില്ല, അറ്റത്തപ്പം പോയി. അറ്റത്തപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചേട്ടാ. എടേ കുളിക്കാത്തവന്മാർ അറിഞ്ഞല്ല. ഇതിനായാലും പണിക്കെടുക്കാൻ പറ്റും. ഇവിടെ ജ്യൂസൊക്കെ കഴിഞ്ഞ് നല്ല അച്ചോടുണ്ടല്ലോ അവിടെ. തല്ലാൻ പോകുന്നുണ്ട്. അവൻ ആരെയോ എടുത്ത് എടേ അത് പെണ്ണുങ്ങളെ മുറിയാണ്. അതിൻ്റെ അകത്ത് കയറിട്ട് അവൻ ഇതാക്കുന്ന. നമുക്ക് പെയിൻ്റ് അടിക്കാം എന്തായാലും. അവിടെ നിന്ന് അങ്ങ് തുടങ്ങിയേക്കാം. അടുത്തവനും കിട്ടിയേട്ടാ. പിങ്കില്ലാത്തതുകൊണ്ട് ഞാൻ വൈകിട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒന്നും വിചാരിക്കരുത്. ഒരു റൂമിന് കറക്റ്റ് ആവുമെന്ന് തോന്നുന്നു. അയ്യോ കൊച്ചു ഡ്രസ്സ് മാറ്റാൻ കയറിണ്ടായിരുന്നു. എന്നെ കുറച്ച് എന്ത് വിചാരിച്ചിട്ടുണ്ടോ? അടിച്ച അടാ അറ്റത്തായില്ലേ. വായിച്ചുണ്ടാവും. ആയി. അടുത്തവനും കിട്ടി. നോക്കട്ടെ. അറ്റത്തായി. മിക്കവാറി പെണ്ണുങ്ങളെന്ന് എനിക്ക് അടിയിട്ടല്ല. ഇത് കുളിക്കുമ്പോൾ വന്ന് പെയിൻ്റ് അടിച്ചെന്നിട്ട്. അയ്യോ ഫസ്റ്റ് ഇവരെ റൂമിൽ പെയിൻ്റ് അടിച്ചാൽ തരുന്നു. ഇപ്പം മോശമല്ല. ഒരു കൊച്ചിനെ കുളിക്കുന്നു. ഞാൻ അത്ര കാരണമൊന്നല്ല. വേണ്ട അതിനും പറയരുത്. നീ ഇവിടെ അടിച്ചില്ലേ? കറക്റ്റാടാ. പക്ഷെ നമ്മൾ നേരത്തെ അവിടെ റിപ്പീറ്റേഷൻ അടിച്ചായിരുന്നു. നോക്കട്ടെ അവിടെ നോക്കട്ടെ വ്യൂ. കളർ നോക്കിയേ, ബ്ലൂവും VIP. എ ഡേ ഇൻ മൈ ജിമ്മ് VIP. കാശ് കയറുന്നുണ്ട് കേട്ടാ. അടുത്ത പ്രാവശ്യം നമുക്കപ്പോൾ വലുതാക്കാൻ പറ്റും. നമുക്ക് അടുത്ത് പെയിന്റ് ചെയ്തടിക്കും. പച്ച, ചോപ്പ്, മഞ്ഞ, രണ്ട് മഞ്ഞ. അതൊരിക്കട്ടെ, കുറച്ച് ഇതൊരിക്കട്ടെ, ബ്ലാക്ക് ഒരിക്കട്ടെ. അടുത്തവനായിട്ട് ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് അടിച്ചോക്കട്ടെ. രണ്ടെണ്ണം വെച്ചടിച്ചോക്കട്ടെ. മഴവില്ലാക്കും ഞാൻ കണ്ടോ. എടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ പറഞ്ഞു കേട്ടാ. ഞാൻ മാറ്റത്. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒറ്റ കളറാക്കണാണോ ബെറ്റർ? അമ്മമാര് കൊറേ വാങ്ങിക്കൂട്ടുന്നുണ്ടല്ലോ. അയ്യേ കളറായി ഏട്ടാ, വേണ്ട. ഞാനേ ഒരൊറ്റ കളർ അടിക്കാൻ പോയി. ബ്ലാക്ക് മതി. ബ്ലാക്ക് മതി. ഫസ്റ്റ് അടിച്ച ബ്ലാക്ക് അവിടെ. മറ്റേതേ മഴവില്ലാവും. നല്ല കോഴ് ശല്യം ഉണ്ടാവണം കേട്ടാ. ഇല്ല ബഹളം കേൾക്കുന്ന അവിടെ. കറക്റ്റ് കണ്ട ഡാർക്കാണ് സെറ്റ്. ബ്ലാക്ക് കറക്റ്റാണ്. ഇഷ്ടപ്പെട്ടു എനിക്ക്.
അടി പണിക്കാരി സാധനം എടുത്തു വിട്. ആ ജിമ്മ് വലുതാവുമ്പോ ഇനി പുതിയ പണിക്കാരെടുക്കണം. ഇത് വലുതാവണോ ഇനിയോ? പെയിന്റ് അടിച്ച് വലിയ ആളാവും. അങ്ങനെ ഞാൻ പെയിന്റ് പണിക്കാരനായി. നമ്മളെ പെട്രോൾ പമ്പിലും പെയിന്റ് അടിക്കാണ്ട് കേട്ടാ. അകത്ത് ലിവറൊക്കെ അടിക്കാനുണ്ട്. അത് ലിവറല്ല, മറ്റേ വാൾപേപ്പർ. തുറന്നാ ഒരു ചമ്പരം കൂടെ ഈസി. പുറത്തടിക്കാൻ പറ്റൂടോ? ഓ പുറത്ത് ഓൾറെഡി ബ്ലാക്ക് ആണ് ചേട്ടാ. ഓ ഇപ്പൊ ജിമ്മ് കറക്റ്റ് സെറ്റ് ടഫ് ലുക്കായി ജിമ്മ്. ഈ മെമ്പർഷിപ്പിനൊക്കെ ആൾക്ക്. ഓ പിന്നെ ആഡ് കൊടുക്കാൻ പറഞ്ഞിരുന്നല്ലേ? നമുക്ക് എല്ലാ ഇതിലും ആഡ് കൊടുത്താലേ? ആഡ് കൊടുക്കാൻ പറഞ്ഞിരുന്നു. ആ അന്നാജിജോ ആഡ് കൊടുക്കാൻ പറഞ്ഞിരുന്നില്ലേ? ഓർത്ത് നോക്ക്. നമുക്ക് ആഡ് കൊടുക്കാം. അഡ്വർടൈസ്മെന്റ് എല്ലായിടത്തും അഡ്വർടൈസ്മെന്റ് കണ്ടോ? ഇനി ഞാൻ അഡ്വർടൈസ്മെന്റ് ഇട്ട് കാശ് ഞാൻ പൊട്ടിക്കുന്നു. അയ്യോ എത്ര രൂപ ഞാൻ പൊട്ടിച്ച്? എത്ര രൂപ ഞാൻ പൊട്ടിച്ച് ചേട്ടാ? 3000, 5000, 12,000, 15,000, $18,000 ഞാൻ പ്രൊമോഷന് വേണ്ടി പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ആ വന്ന് എടാ മോനെ, ബഗ്മോൻ ജിം. കം ടു ബഗ്മോൻ ജിം. എന്തൊരു ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു? കം ടു ബഗ്മോൻ ജിം. അവിടെയും ബഗ്മോൻ ജിം, അവിടെയും എല്ലായിടത്തും ആയി ബഗ്മോൻ ജിം പരസ്യം എവരിവെയർ. ഓ ഇതേ നിൽക്കുന്നു. അവിടെയും. പിന്നെ നിങ്ങൾ മാത്രമായിട്ട് എന്തിനാ നിൽക്കുന്നത്? എല്ലായിടത്തും ആ ഫോട്ടോ ശരിയാവില്ല. ആഡ് കൊടുത്ത് ഞാൻ ഒന്ന് സെറ്റാക്കി തരാം. ആഡ് ജിമ്മിൽ കണ്ടോ? ആൾക്കാരിപ്പോൾ ക്യൂ നിൽക്കും. നേരെ വന്നിട്ട് ക്യൂ നിൽക്കും. ഫോട്ടോ മാറ്റി പിടിക്കാം. ഇവിടെ ഒരു ബോർഡുണ്ട്. അയ്യോ കയ്യിലെ കാശ് വരുന്നു. ഇവിടെ നമ്മൾ പേരില്ലേ? ഫോട്ടോ മാത്രമുള്ള ഫോട്ടോ മാത്രം വെച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ? ലാഭം വല്ലതും ഉണ്ടാവോ? ഞാൻ ആരും തല്ലാത്തോണ്ടൊരു സുഖമില്ലല്ലോ. കയ്യ് വെറുതെ വീശോളൂ. കറക്റ്റ് തല വന്ന് പ്രിന്റ് ചെയ്യുന്നു. സ്ഥലം കൂട്ടേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ ഞാൻ പരസ്യം കൊടുത്തോണ്ട് ഇനിയിപ്പോൾ ആൾക്കാർ ഒഴുകി വരും. ഇത് കണ്ട ക്യൂ ഒക്കെ വലുതായി. സ്റ്റാൻഡേർഡ്. നെക്സ്റ്റ്. ഓ VP. ഓ കാശ് വരുന്നുണ്ട്. കണ്ട ആൾക്കാർ ക്യൂ തീരുന്നില്ല. ഒരാൾ തിരുമ്പോ അടുത്തത്. ആർക്കോ കിട്ടിയിട്ടുണ്ട്. അവിടെ ഞാനും കൊടുത്താലേ? അത് തീർന്നറാ. അങ്ങനെ കടയുള്ള ഫുൾ പാക്കറ്റ് വാങ്ങിട്ട് വരാം. അവന് കിട്ടിയോ വാങ്ങിട്ട് പോകുന്ന നോക്കി. എന്തായാലും വന്നാലേ ഇവിടെ ഒരു ആഡ് കൊടുത്തേക്കാം. പ്രോട്ടീൻ പൗഡറിൻ്റെ കളർ ഫ്രണ്ടിൽ തന്നെ ഒരു ആഡ് നല്ലതാ. എല്ലാം തരട്ടെ. ഓക്കെ അത് ഫുള്ളെടുത്ത്. എടാ അതിൻ്റെ ബോക്സ് ഇല്ലടാ. നീ ആ സാധനത്തിൻ്റെ ബോക്സ് എടുത്താൽ മതിയിരുന്ന്. ചിക്കൻ റൈസ് എല്ലാവരും പെട്ടിരിക്കട്ടെ. എല്ലാം നമ്മളെത്തുണ്ട്. എന്നാലും ഇരിക്കട്ടെ. ഡോഗ് ഫുഡ് ഇതിന്റെ വെൻഡിങ് മെഷീൻ വെക്കാനൊന്നും എത്ര അധികം ഞാൻ ഇതിൽ ഫില്ലാടാ. ഓ ഇവിടെ അടുത്തൊക്കെ പോവും. ഇന്ന് ഞാൻ കാശ് തരണാവും. കണ്ട ആഡ്സിന് ഇറക്കിയ കാശ് ഇപ്പൊ കിട്ടും. ഇന്ന് പൂട്ടറിൻ്റെ ഉള്ളിൽ കണ്ടോ $20,000 കയ്യിലുണ്ടാവും. ജിം അടക്കുന്നതിൻ്റെ ഉള്ളിൽ. നിങ്ങൾ കണ്ടോ കണ്ടറിയേണ്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ കണ്ടോ 9,500 അല്ല പ്രൊമോഷൻ ഞാൻ 20,000 ഇല്ല 20,000 മുകളിലേക്ക് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടാ. ചെറിയ ബോർഡൊക്കെ കൂട്ടിയിട്ട്
20,000 പ്ലസ് ഞാൻ ഇറക്കി. ഒരു മിനിറ്റ്, ആരുണ്ടായിരുന്നല്ല. എടാ നീ എന്താ പെണ്ണുങ്ങളെ റൂമിൽ നിന്ന്? എടാ നേഴ്സിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നോടാ. പിന്നെ ആ ഈ കളറ് കുഴപ്പമില്ല. ഓ ഇവിടെ നിന്നാണ് നോക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് സാധനം ഫില്ലിട്ടെ. ഇനി എന്തൊരു പണിയുണ്ട്? പുതിയ ആൾക്കാർ വരുന്നില്ലല്ലേ? കൂട്ടിയാ നമുക്ക് മോളിലേക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ മോളിലോട്ട് നിലമൊക്കെ എടുക്കാൻ പറ്റും തോന്നണം. ആ പറ്റും. സെക്കൻഡ് ഫ്ലോറൊക്കെ ഉണ്ട്. ഫ്ലോർ എടുക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തായാലും അപ്ഗ്രേഡ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് വാങ്ങിക്കണം. $25,000 കൊടുത്തിട്ട്. എന്നിട്ട് നമുക്ക് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇത് രണ്ടെണ്ണമായിട്ട് ഇരിക്കുമോ അതോ ഒരുമിച്ചാവണോ? എങ്ങനെയാണാവും കണ്ടറിയാം. എന്തായാലും ഇന്നത്തെ ഡേ അങ്ങോട്ട് തീർക്കണം. ടാർഗറ്റ് ഇന്നത്തെ ഡേയിൽ ഒരു $20,000 ഉണ്ടാക്കണം എന്നാണ്. VIP അങ്ങനെ തന്നെ. 15,000 16,000 ആയി എൻ്റെ കയ്യിൽ. VIP സെറ്റ് 17,000. ഒരു 3,000 കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ സെറ്റ്. ഇവരൊക്കെ ഇറങ്ങി പോകുമ്പോൾ അവിടെ ആൾക്കാർ കുറഞ്ഞില്ല. എവിടെ പോയില്ലാരും. ഓർഡർ എൻ്റെ സെക്യൂരിറ്റി എന്തേ? നീയൊക്കെ എന്താ നോക്കിക്കുക? ഒരു കൊച്ചിനെ ശല്യപ്പെടുത്തിയിട്ട് നോക്കി നിൽക്കുന്നോടാ. നിനക്കെന്താ ഇവിടെ ക്ലീനിങ്? എടാ പൊക്കത്തിനും കാണിക്കരുത്. ഇതൊക്കെ 100% ആണാ? ഇവിടെ ഇതൊന്നും പണിഞ്ഞിട്ടില്ല അവൻ. ഓ എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്, പ്രശ്നമില്ലാത്ത രീതിയിൽ. കൊള്ളാം, അത് നല്ല കാര്യം. എൻ്റെ മെഷീൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കട്ടെ. അറിയുന്നുണ്ട്. ഓക്കെ ഓൾ സെറ്റ്. ഇതിൻ്റെ കൂടെ കാര്യം തീർത്തുണ്ടേ. വെള്ളം കൊണ്ടുപോയി. സെറ്റ് എടുക്ക് നോക്കട്ടെ കാശ് കയറുന്നുണ്ടെന്ന്. കയറി. അവിടെ പുതിയ മെമ്പർഷിപ്പ് വരുന്നില്ല. അയ്യോ ഞാനെങ്ങനെ ടാർഗറ്റ് അടിക്കും? അവിടെ ഈ പെണ്ണെന്ന് അടച്ചു വെച്ചിരിക്കുകയാണ് അതില്. ഓഹോ വെറുതല്ല തീരുന്ന്. ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിരിക്കുക. കുളിക്കാത്ത. അവിടെ പുതിയ മെമ്പർഷിപ്പ് എടുക്കാരും വരുന്നില്ല. ജിമ്മിലോട്ട് വരാൻ പറ്റിയ ഡ്രസ്സ് കഴിഞ്ഞിട്ട് പോവാണാ? ആണല്ലേ, കഴിഞ്ഞിട്ട് പോവാണ്. അടുത്ത് പ്രൊമോഷൻ നടത്തിയിട്ട് അവരങ്ങോട്ട് വരുന്നില്ല. കാശ് വരുന്നുണ്ട്. അങ്ങനെ തന്നെ കേറട്ടെ. 20K ആക്കൂ. 20K. ഇതേ ഒരു കുളിക്കാത്തവൻ. കൈ പിടിച്ച് നിൽക്കാം. ഇപ്പാവും 19,000 അല്ല 20,000. ഇപ്പണ്ട് പുറത്തേക്ക് ഇറങ്ങിയാവായിരിക്കും. ഇല്ല. അടുത്തത് ഇതിനെന്തായാലും ആയി. അയ്യോ 20,000 ആയല്ലോ. അപ്പോൾ 20K അടിച്ചു. $20,000 നമ്മൾ ഉണ്ടാക്കിയെന്ന്. ഇനി ഒരു $5,000 കൂടെ ആയാലും നമുക്കത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ജിം പർച്ചേസ്ഡ്. അടുത്ത വീഡിയോ കണ്ടിട്ട് അത്രയേ ഉള്ളൂ. നട ഇതല്ലേ നിൽക്കുന്നു. ഇത്ര വട്ടം തീർന്നാ?
അപ്പൊ 22,000 ഈയടാ മോനെ. അടിച്ചു കയറി വാ, ജിമ്മിലോട്ട് അടിച്ചു കയറി വാ. അതെ അടിച്ചു കയറി വരുന്നു കാശൊക്കെ. ഇവനെന്തൊരു പൂട്ടാനാവുമ്പോ ജിമ്മിൽ കയറി വരുന്നു. ഒരു മെമ്പർഷിപ്പ് VIP എന്ന് തോന്നണോ? ആ ആരത്? സിനിമ നടനാ? ഇരട്ടാളാണാ? ഓ ട്വിൻസ് ആണ്. സ്റ്റാൻഡേർഡ്, 2 സ്റ്റാൻഡേർഡാ. ഹലോ സ്റ്റാൻഡേർഡ്, 1 സ്റ്റാൻഡേർഡ്. നെക്സ്റ്റ്. വലിയൊരു ക്യൂ ആണല്ലോ അത്. നീ എന്നോടൊപ്പം ഒരു പ്രാവശ്യം മെമ്പർഷിപ്പ് എടുത്ത് നീ വീണ്ടും വന്നാ? ആ VIP എടുക്കാൻ വന്നവൻ സ്റ്റാൻഡേർഡ് മാറ്റിട്ട് VIP ആക്കി. സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ അവിടെ മോനെ 30K ആയി. നിങ്ങളിത് കണ്ട? $30,000 ആക്കി നമ്മളെ കയ്യില് ആയി. അപ്പോൾ സെറ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിത് വാങ്ങിക്കുകയും ചെയ്യാം. നമുക്ക് എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കണം അതിൻ്റെ അകത്തോട്ടുള്ളത്. വലുതായി എനിക്ക് അറിഞ്ഞുകൂടത് എങ്ങനെ സെക്ഷൻ എന്ന്. നമുക്ക് 2 സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ മൊത്തം എക്സസൈസും ഇതിൽ ഫുൾ വെയിറ്റ്, അല്ല അതിൽ ഫുൾ വെയിറ്റിങ്ങും ഇതിൽ ഫുൾ എക്സസൈസും അങ്ങനെ ആക്കാം. വെയിറ്റ് അടിക്കാൻ മൊത്തം ഇവിടെ ഫുൾ സെറ്റപ്പ് ആക്കണം. അത് വലുതായി കിട്ടിയിട്ട് വേണം എനിക്കൊന്ന് ഫുൾ അറേഞ്ച് ചെയ്യാൻ. അല്ലാണ്ട് ഇത് റെഡി ആവില്ല. എല്ലാ മെഷീനും 3 വെച്ചിട്ട് വേണം. അങ്ങനെ നിരത്തി വെക്കും. എല്ലാ മെഷീനും 3 വെച്ചിട്ട് കണ്ടോ സെറ്റപ്പ് ആക്കും ഞാൻ. സെറ്റപ്പ് ഒക്കെ എടുത്ത് വിൽക്കാൻ പറ്റുന്നതാണോ? എല്ലാം വെക്കും ഞാൻ. എന്നിട്ട് നമുക്ക് മറ്റേ ഹൈ എൻഡ് എക്യുപ്മെൻറ്റ്സ് ഓൺലി. ഇവിടെ ഉണ്ടാവില്ല ഹൈ എൻഡ്. ഇവിടെ ഷോപ്പ് അല്ല, ആർക്കോ കിട്ടിയിട്ടുണ്ട്. 3 സ്റ്റാറുള്ള എക്യുപ്മെൻറ്റ്സ് ഓൺലി ആക്കും ജിമ്മ്. 3 സ്റ്റാറിലൊന്നും ഇല്ലേ? എന്നാൽ 2 സ്റ്റാർ ഓൺലി എക്യുപ്മെൻറ്റ്സ്. ഇവിടെ ബോക്സിംഗ് റിഗ് വന്ന്, പക്ഷെ ഇത് എവിടെയാ കൊണ്ടുവെക്കും? എടാ ഇത് ഞാൻ അന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞ, പിന്നെ ഞാൻ മറന്ന്. ഇരിക്കട്ടെ ഒരെണ്ണം. ഇത് നമുക്ക് എവിടെ വെക്കാം? ഇവിടെ എന്താ ഒരു സ്ഥലമുണ്ട്. ഇരിക്കട്ടെ. അടിപൊടി മക്കളെ, അടിപൊടി. ഇടി ഇടിക്കാൻ പറ്റോ? ഇനി മോന്തക്കടിക്കണ്ട ഇഷ്ടമില്ല. ഇതിന് അടിക്കടിക്കാം. കുടിക്കാത്തവനെ എന്തോ ഒരു 3 വാങ്ങിക്കണം. എല്ലാം ഞാൻ 3. എല്ലായിടത്തിന് ഫുള്ള് കോഴികളാ. 3 കോഴികളാ അതിൻ്റെ അകത്ത്. 2 അവനടിച്ചു, 1 ഞാനടിച്ചു. നീ കുളിക്കാത്ത എവിടെ പോയി? ഇവിടെ ഒരുത്തനെ വന്നിരുന്നല്ലോ അവന് കുളിക്കാത്തവൻ. എവിടെ അവൻ? കാണുന്നില്ല ഏട്ടാ എന്നെ. 32 കൊണ്ടുപോയി. മാറിയേക്കും. ഞാൻ കുറച്ച് സാധനം ആഡ് ചെയ്തേക്കാം. ഓക്കെ സെറ്റ്. കുറെ എടുക്കുന്നുണ്ടല്ലോ. അതൊക്കെ എന്തിന്? മറിച്ചു വെക്കാനാണ്. എല്ലാം ഫില്ലാക്കിയിട്ടുണ്ട്. എന്തായാലും കൊണ്ടെല്ലാം ഫില്ലാക്കി. ഫുൾ സെറ്റ്. ഓക്കെ. തല്ലാൻ പോകുന്നുണ്ട്. എടാ സാധനം മെഷീൻ ശരിയാക്കാൻ പോയവൻ. ഇല്ല മെഷീൻ ശരിയാക്കുന്നവൻ എന്ത്? അവനെ കാണുന്നില്ല. എടാ ഇവരുടെ പണി കഴിഞ്ഞ് പോവണോ അവര്? എടാ നാറികളെ. മെഷീൻ ശരിയാക്കുന്നവനെ കാണുന്നില്ല ഞാൻ നോക്കിയപ്പോ. എടാ അടുത്ത പോയി. ഓക്കെ അത് സെറ്റായി. ജിം ഈസ് ക്ലോസിംഗ് പ്ലേസ്. ഇറങ്ങി എല്ലാവരും എനിക്കോ. പൊക്കോ. കാശ് കയറി നോക്കി. എടാ 1 പോലെ പോകുന്നടാ കോഴി. ഒരു മിനിറ്റ് കൊച്ചെ, നാളെ കുളിച്ചിട്ടൊക്കെ വരണം കേട്ടാ. ഓക്കെ സെക്യൂരിറ്റിയും പോയാ? ഞാൻ തന്നെ അടിച്ചു വരാം. എല്ലാവരും പോയി. ജിമ്മ് ഒന്നുമില്ല, വൃത്തിയാണ് ഇവിടുത്തെ മെയിൻ. ജിമ്മ് 0% ക്ലീൻ ആക്കിയിട്ട്, അല്ല 100% ക്ലീൻ ആയിട്ട് ഞാൻ പോവുള്ളൂ.
എന്താ ഉള്ളത് നോക്കട്ടെ. മൂന്ന് ശതമാനം കൊണ്ട് ഇതാവരും 2 അവിടെ 1% തരും. ആ അതന്നെ. ഓക്കെ 100% ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഫുൾ സെറ്റ്. നമ്മളത് സെറ്റായി. ഇവിടെ 2 ബെഞ്ചുള്ളല്ലേ. പിന്നെ വാങ്ങിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഇന്നത്തെ ജിമ്മിൻ്റെ പരിപാടി കഴിഞ്ഞു. ഫുൾ പെയിൻ്റ് അടിച്ചു. അവിടെ എന്താ അടയാത്ത? അടഞ്ഞു. എടാ പട്ടിക്കുട്ട വാടാ, വാ. അപ്പോൾ ബൈ ഗൈസ്, എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കാൻ മടി കാണിക്കുന്നുണ്ട്. എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക. അപ്പോൾ ബൈ താങ്ക് യു. ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ജിമ്മ് വലുതാക്കാം. വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യും. ജിമ്മിൽ നമുക്ക് ഇനിയും കുറേ ചെയ്യാണ്ട്, ഫ്ലോറൊക്കെ വലുതാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബൈ ടാറ്റാ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.